റീസെന്റ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ ഒരു ഡിസ്റ്റോപ്പിയൻ കൊറിയൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ്. ഞാൻ ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ അണ്ണൻ ഡോഗ്ലിയാണ്. അണ്ണൻ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സും മറ്റേ പഞ്ചും അതിന്റെ ഒരു സൗണ്ടും ഒരു വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു മൂവിയിൽ വേറെ ഒന്നും വേണ്ട. ആ ഒരു പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡും സ്റ്റൈലും ഡയലോഗ്സും പഞ്ചും അതൊരു വേറെ ലീഗാണ്. സോ ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോഴും അതെല്ലാം ഉണ്ട്. ഒരു അടിപൊളി പ്രസന്റേഷൻ തന്നെയാണ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വലിയൊരു എർത്ത്ക്വേക്കിന് ശേഷം സർവൈവ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അവർ തമ്മിലുള്ള ഒരു ക്ലാഷും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സർവൈവലും. സോ അതിന്റെ ഇടയ്ക്ക് ഡോങ്ലി അണ്ണനും ഒരു ടീമുമായിട്ട് ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകും. സോ അവർ ആ മിഷന് വേണ്ടി പോകുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ മൂവിയിൽ സംസാരിക്കുന്നത്. വളരെ ലീനിയർ ആയിട്ടുള്ള സ്റ്റോറിയാണ്. വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു മൂവി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് എങ്ങനെയാണ് മൂവി എൻഡ് ചെയ്യുന്നതൊക്കെ. നമ്മൾ ഒരുപാട് ഇതുപോലത്തെ മൂവീസും ഇതേ ജോണറിൽ അല്ലെങ്കിൽ പോലും തന്നെ നമ്മളിപ്പം സോംബി അപ്പോക്കലിപ്സ് ആയാലും അങ്ങനത്തെ ഒരു പാറ്റേണുള്ള മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റോറി വൈസ് വലിയ പുതുമയൊന്നുമില്ല. പക്ഷേ ഈ മൂവിയിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ആക്ഷൻ സീക്വൻസ് ആണ്. അമ്മാതിരി കിടിലം ആക്ഷൻ സീക്വൻസ് ആണ്. ഭയങ്കര വയലൻസ് ആയിട്ടുള്ള ഒരു റോ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണ് എൻ്റെ മൂവിയിൽ വരുന്നത്. അതായത് മൂവി സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഒന്നും വലിയ ആക്ഷൻ സീക്വൻസ് ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ഒക്കെ എന്താണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കണക്ഷൻസും. കാരണം അവർ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ എർത്ത്ക്വേക്ക് കഴിഞ്ഞ് നിൽക്കുവാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് സർവൈവേഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെ ആയിട്ട്. സോ അതൊക്കെ എന്താണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് തന്നെ. ആദ്യത്തെ കുറെ പോർഷൻസ് ഒന്നും വലിയ ആക്ഷൻ സീക്വൻസ് ഒന്നുമില്ല. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡോങ്ലി അണ്ണനും ആ ഒരു ടീമുമായിട്ട് ഒരു മിഷന് പോകും. പിന്നീട് അവിടെ തൊട്ട് സിനിമയുടെ എൻഡ് വരെ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ മോനെ അമ്മാതിരി ആക്ഷൻ സീക്വൻസ് ആണ്. അതായത് ഒരു 1.5 മണിക്കൂറുള്ള സിനിമയുടെ ഡ്യൂറേഷൻ. ആ ഒരു 1.5 മണിക്കൂർ സിനിമയിൽ എനിക്ക് തോന്നുന്നു സിനിമയുടെ അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ കിട്ടില്ല ആക്ഷൻ സീക്വൻസ് ആണ്. അതും അണ്ണന്റെ ഒരു ഷോർട്ട് ഗൺ എടുത്തിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. എന്റെ മോനെ അണ്ണന്റെ ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഷോർട്ട് ഗൺ കൊണ്ട് അണ്ണന്റെ ഫുൾ പഞ്ചും ഉണ്ട്. അത് മാത്രം മതി. അമ്മാതിരി ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. കിഡിലോ എന്നൊക്കെ പറഞ്ഞ അമ്മാതിരി കിഡിലും സീക്വൻസ് ആണ്. അതും ചില ആക്ഷൻ സീക്വൻസ് ഒക്കെ അമ്മാതിരി കിഡിലോട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ റൂമിൽ അത് നിന്നിട്ട് ഒരു വിത്തിൻ കുറച്ച് സ്പേസേ കാണുള്ളൂ. ആ ഒരു സ്പേസിന്റെ അകത്തുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. എന്റെ മോനെ കിഡിലാണ്. എടുത്തു പറയുന്ന ഇങ്ങനത്തെ ഒരുപാട് കിഡിലും ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതും വളരെ സിമ്പിൾ ആയിട്ട് 2-3 ഇടിയിലൊക്കെ തീരുന്ന കാര്യമൊന്നുമല്ല. വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ റോ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. അതും അതിന്റെ കൂടെ തന്നെ ഒരുപാട് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സും ഗൺ ഫൈസും അണ്ണന്റെ കുറെ പഞ്ചും അങ്ങനത്തെ ഒരുപാട് കിടിലൻ സീക്വൻസ് ഒക്കെ ഉള്ള ഒരു ഫുള്ളി ആക്ഷൻ പാക്ഡ് മൂവി എന്നാണ് എനിക്ക് പറയാം. സ്റ്റോറി വൈസ് അത്ര വലിയ കാര്യമൊന്നുമില്ല. അതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു മൂവിയുടെ ആക്ഷൻ സീക്വൻസ് അതിന് വേണ്ടി ഈ മൂവി കാണാം. കാരണം അമ്മാതിരി കിടിലൻ മേക്കിങ്ങും പ്രസന്റേഷൻ ആണ് ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ. സോ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. മൂവി നെറ്റ്ഫ്ലിക്സിലുണ്ട്. ആസ് എ ഡോങ്ലി അണ്ണൻ ഫാനായിട്ട് പറയുകയാണ്. അണ്ണൻ വേറെ ലെവലാണ്. ഫാൻസ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂവി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു കിടിലൻ ട്രീറ്റ് തന്നെ ആയിരിക്കും. സോ ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.